ചിക്കൻ റോസ്റ്റ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് നമ്മൾക്ക് പോകാം. ഓക്കെ, ചിക്കൻ ആദ്യം മസാല വരട്ടി വയ്ക്കാം. ഇത് അരക്കോഴി ചിക്കനാണ്, അതായത് ക്ലീൻ ചെയ്ത ചിക്കൻ. 1 കിലോ ക്ലീൻ ചെയ്ത ചിക്കനാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, വിനാഗിരി, ഇത്ര ആയിട്ടാണ് നമുക്കിതിനകത്ത് വേണ്ടത്. നമുക്കിതെല്ലാം കുറച്ച് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അതായത് ഒരു 1/2 സ്പൂൺ വെച്ചിട്ടാൽ മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അല്പം വിനാഗിരിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂർ അതല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് മസാലയൊക്കെ ഈ ചിക്കൻ പീസിന് നന്നായിട്ട് പിടിക്കാനായിട്ട് എടുത്തു വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എണ്ണ പാം ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മിക്സിലേക്ക്, ഇറച്ചി കഷ്ണത്തിലേക്ക് അല്പം മൈദ തൂവി കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ഓയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയാണ് അല്പം മൈദ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊന്നും ഈ ഓയിലിൽ പോവില്ല. നമുക്ക് തിളച്ച എണ്ണയിലേക്ക് നമ്മളുടെ ചിക്കനുകൾ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയിലേക്ക് ഒരുപാട് ചിക്കൻ വാരി ഇടരുത്. ഇങ്ങനെ വരുമ്പോൾ അത് ഫ്രൈ ആവാനായിട്ട് സമയം കൂടുതൽ പിടിക്കും. അത് മാത്രമല്ല നമ്മളുടെ മസാലകളൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ചിക്കൻ എണ്ണയിലേക്ക് പറക്കിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം. നമുക്ക് ബാലൻസുള്ള ചിക്കൻ കൂടി ഇതേപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനകത്ത് കച്ചാമ്പറിൻ്റെ അതിൽ തന്നെ വട്ട്, കരൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇടരുത്, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി ഒന്നല്ലേ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വറുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, പിന്നെ നമ്മുടെ മസാല ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി. ഇത് തലപ്പാലാണ്. 2-ാം പാലും 3-ാം പാലും വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പിലിരിക്കുന്നത് 1-ാം പാലാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി മാത്രം നമ്മൾക്ക് ഈ സമയത്ത് ഇടരുത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഈ സമയത്ത് നമ്മൾക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മളുടെ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മൾക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ നമുക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മളുടെ മസാലപ്പൊടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ സ്പൂണാണ്. അതിനകത്ത് നമ്മൾ ഒരു 2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക.
ഞാൻ ഗരം മസാലയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ആ എണ്ണ തെളിഞ്ഞ് വന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചേക്കുന്നത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് നമ്മുടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നമ്മളെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ടൊമാറ്റോ സോസ് 1 സ്പൂണ് ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തായിട്ടുണ്ട്. നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തീ കൂട്ടി വയ്ക്കുക. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ പകുതി ഫ്ലെയിമിലേക്കോ അതല്ലെങ്കിൽ സ്ലോ ഫ്ലെയിമിലേക്കോ നമ്മൾ മാറ്റേണ്ടതാണ്. ചെറുതീയിൽ കിടന്ന് നമുക്കിതൊരു 10 മിനിറ്റ് ചെറുതീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചത് എല്ലാം ചിക്കൻ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ തലപ്പാൽ, അതായത് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ തീ കൂട്ടിയിടാം. തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ 1-ാം പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം നമ്മൾ ചൂടാക്കരുത്. 1-ാം പാൽ ഒഴിച്ചൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ചിക്കൻ വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.